ब्रह्मादि योगी मुनि सेवित सिद्धमन्त्रं दारिद्र्यदुःखभवरोग विनाशमन्त्रं संसारसागर समुद्धरणैकमन्त्रं वन्दे महाभयहरं रघुराममन्त्रम्. श्रीरामचन्द्रप्रभो पाहि पाहि. यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ആഞ്ജനേയ സ്വാമിക്ക് ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീഹരേ നമ. ശ്രീരാമചന്ദ്ര പ്രഭു കേ ജയ. करे दिव्यचक्रं परे चारुशङ्खं गळे तारहारं ललाटे ललामं भुजङ्गे निषण्णं परानन्दरूपं सदा भूमिजायुक्तमीळे हृदन्ते. അങ്ങനെ ഭരതകുമാരനും ജ്യേഷ്ഠനും തമ്മിലുള്ളൊരു മഹാസംഗമമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ദൂരെ നിന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. കരയുന്ന അമ്മേനെ അടുത്ത് പോയി നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ. അന്നേരം വേഗം മോനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ അഭിഷേകം ചെയ്തു കണ്ണുനീര് കൊണ്ട്. എന്നിട്ട് ഗാഠമാശ്ലേഷ്യ ശിരസി മുകുർന്നുടനൂഢമോദം മുലയും ചുരന്നു തഥ. അതാണ് ഇത്രയും പ്രായമായിട്ടും ആ മോനെ കാണുമ്പോൾ അമ്മയുടെ ആ ഉത്തടുത്തുനിന്ന് വരുന്നൊരു വികാരാന്നത്. അതിനി 14 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുമ്പോഴും ഉണ്ട് അമ്മക്ക് അതുപോലെ. എല്ലാവരും നമസ്കരിച്ചു, മാതാക്കന്മാരെല്ലാവരും നമസ്കരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചു, മുത്താവിൽ ചുംബിച്ചു അമ്മമാര്. അത് അപ്പോൾ വസിഷ്ഠ മഹർഷിനെ കണ്ടു. മഹർഷിനെ നമസ്കരിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാൻ ഭാഗ്യവാനാണ്. എന്നെ കാണാൻ ഇപ്പോൾ ഈ കാട്ടിലേക്ക് വന്നില്ല എല്ലാവരും. ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ അച്ഛനെ സുഖമല്ലേ എന്നാണ് ചോദിച്ചത്. എന്നെ കാണാതെ കൊണ്ട് സങ്കടമുണ്ടോ എൻ്റെ അച്ഛനീന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? എന്നോട് പറയാൻ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ സൗമിത്രോട് പറയാനും സീതാദേവിയോട് പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛൻ്റെ കാര്യം കേൾക്ക് കുമാര. അച്ഛൻ നിന്നെ പിരിഞ്ഞതന്നെ വിചാരിച്ച് ദുഃഖിച്ച് രാമരാമേതി സീതേതി കുമാരേതി എന്ന് വിളിച്ചിട്ട് അച്ഛൻ ദേവലോകത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അയ്യോ, അത് കേൾക്കേണ്ട താമസം. ഈ മനുഷ്യരൂപം എടുത്തിട്ട് മനുഷ്യനാട്ടിയല്ലേ കളിക്കുന്നതൊക്കെ. അപ്പോൾ അത് നമ്മളെ പോലുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബോധം വിട്ട് വീണുപോയി. എനിക്ക് കരയാൻ തുടങ്ങി. അപ്പം എല്ലാവരും കരയാൻ തുടങ്ങി. ആ അയോധ്യയിൽ രാജാവ് തീപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്നേക്കാളും കരച്ചിലായി എല്ലാവരും. എന്നിട്ട് പറയുന്നു, എന്നെ വിട്ട് പിരിഞ്ഞിട്ട് എവിടെ പോയത് എൻ്റെ അച്ഛൻ? എവിടെ പോയി? ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നത്? എന്നെ ഇനി ആരും ഇങ്ങനെ സ്നേഹിക്കല്, എനിക്കിനി ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നപ്പോൾ സൗമിത്രിയും കരഞ്ഞു, സീതാദേവിയും കരഞ്ഞു. എല്ലാവരും കരച്ചിലോട് കരച്ചിൽ തന്നെ. അപ്പോൾ വസിഷ്ഠ മഹർഷി കുറച്ച് തത്വോപദേശം ചെയ്തു. അപ്പോൾ കുറച്ച് എന്നാലും എവിടെ പോവാൻ കുറച്ച് ഉൾത്താപം കുറഞ്ഞു. മന്ദാകിനിയിൽ കുളിച്ചു, അച്ഛനുദകക്രിയ ചെയ്തു.
എന്താ ചെയ്തത്? അരിയും ചോറും ഒന്നല്ല, പിണ്ടം മധുസഹിതം കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധുസാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ. തേനില് കുഴച്ച എന്താ ഇതിൻ്റെ പിണ്ണാക്ക്, അതാണ് തേനിൽ കുഴച്ചിട്ട് അച്ഛന് കൊടുത്തത്. പിന്നീട് വീണ്ടും കുളിച്ച് പുണ്യാഹനം ചെയ്തു. അന്നെല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നു. പിറ്റേ ദിവസം രാവിലെ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന സമയം വീണ്ടും കുളിച്ചു, സന്ധ്യാവന്തനൊക്കെ കഴിച്ചിട്ട് ആശ്രമത്തിലേക്ക് വന്നു. അപ്പൊ ഭരതൻ പറയാൻ തുടങ്ങി: രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ത വേണം അഭിഷേകവും പാലനം. ചെയ്ക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രൻകലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ പ്രസീദമേ. പറയുന്ന വാ, കൊട്ടാരത്തിലേക്ക് പോവാലോ. എന്നിട്ട് ജ്യേഷ്ഠൻ രാജ്യം ഭരിക്കണം. രാജ്യം ഭരിച്ച് അശ്വമേധാദിയായ യാഗങ്ങളൊക്കെ നടത്തി ലോകം മുഴുവനും അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിച്ച് പുത്രരെ ഉണ്ടാക്കി ആ പുത്രനില് രാജ്യം കൊടുത്തിട്ട് അല്ലേ വനത്തിന് പോകേണ്ടത്. ഇപ്പോഴുണ്ടോ? ഇപ്പോഴത്തെ ചെറുപ്പത്തിലുണ്ടോ ആരെങ്കിലും വനത്തിന് പോലെ? ഇപ്പൊ അത് അനുചിതമാണ്, ഉചിതമല്ല ഏട്ടാ. വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് വരണം. അമ്മ പറഞ്ഞതൊന്നും വിചാരിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ക്ഷമിക്കണം ഏട്ടൻ എന്നെല്ലാം പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്തു. അന്നേരം വേഗം എഴുന്നേപ്പിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു: ഞാൻ പറയുന്നത് നീ കേൾക്ക് മോനെ. അനിയ, നീ ഇപ്പം പറഞ്ഞത് ഞാൻ മിണ്ടാതെ കേട്ടിന്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്താ? എത്രയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലുന്നു. അച്ഛൻ എന്നെ 14 വർഷം കാനനം വാഴണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് രാജ്യവും തന്നിട്ടുണ്ടായിരുന്നു. അമ്മ മൂലാണ്, അമ്മ നിമിത്താണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്ന അച്ഛൻ്റെ അനുജ്ഞ രണ്ടുപേരും അനുസരിച്ചേ തീരൂ. കൊണ്ട് നീ പോയി രാജ്യം ഭരിക്ക്, ഞാൻ കാനനം ഭരിക്കാം. ഞാൻ ദണ്ഡക വനത്തില് താമസിച്ചോളാം. ഞാൻ വരും 14 ദിവസം, അല്ല 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്ന ഭരതൻ വീണ്ടും പറഞ്ഞു: കാമുകനായ താതൻ മൂഢമാനസനാണ്. ആ കാമുകനാണ്. അച്ഛൻ എത്ര വയസ്സായിട്ടും ആ അമ്മേന്റെ കൂടെ, കൈകേയി അമ്മയുടെ കൂടെ ഇങ്ങനെ കാമുകന്റെ കളി കളിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ പറയുന്നതൊന്നും കാര്യമാക്കി എടുത്തുവിടാ കേട്ടാ. ഏട്ടൻ രാജാവായി തന്നെ നിൽക്കണം, വാ എന്ന് പോവാലോ എന്ന് പിന്നെയും പറഞ്ഞു. അന്നേരം പറഞ്ഞു: ഭൂമി ഭർത്താ പിതാ നാരീ ജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. ഈ രാജാവുണ്ടല്ലോ അത്രയും ജിതനൊന്നുമല്ല, നാരി പത്നിയുടെ പിറകെ നടക്കുന്ന ആളൊന്നുമല്ല, അധികാമ്യൊന്നല്ല, മൂഢനുമല്ല അച്ഛൻ. നമുക്ക് അങ്ങനെ പറഞ്ഞുടമനെ അനിയാ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. അച്ഛൻ സത്യവാദിയാണ്. അസത്യത്തിനുള്ള ഭയം കൊണ്ട് ചെയ്തതാണ്. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ:
അങ്ങനെയാണെങ്കിൽ 14 വർഷം ഞാൻ കാട്ടിൽ താമസിച്ചോളാം. ഏട്ടൻ കൊട്ടാരത്ത് പോയിട്ട് രാജ്യം ഭരിക്ക്. അന്നേരം വീണ്ടും പറഞ്ഞു, രാജ്യം നിനക്കുമെനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ച നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിനതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ലക്ഷ്മണകുമാരന്റെ മാതിരി ഞാനും ഏട്ടൻ്റെ കൂടെ കാട്ടിലിങ്ങനെ സഹായമായിട്ട് നടക്കും. അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഉറപ്പാന്നത്. എന്നിട്ട് വെയിലത്ത് പോയിട്ട് നിൽക്കുന്നു, ഗർഭവെച്ചിട്ട് വെയിൽ കൊണ്ട് നിൽക്കുന്നപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കണ്ണുകൊണ്ടിങ്ങനെ കാണിച്ചു. ആരോട്? ഗുരുവിനോട്. ഒന്ന് പറഞ്ഞു കൊടുത്തേ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, എന്നാലേ പിന്നെ സമാധാനാവൂലോ. പറഞ്ഞു, നീ മൂഢൻ, നീ വെറും വിഡ്ഢിയാവല്ല രാജകുമാര. ഒരു ഗൂഢമായിട്ടുള്ളൊരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഈ രാമൻ അങ്ങയുടെ ജ്യേഷ്ഠൻ മാത്രമല്ല, ജ്യേഷ്ഠനുമാണ്, കൗസല്യാദേവിയുടെ പുത്രനുമാണ്, ദശരഥന്റെ പുത്രനാണ്, സീതാദേവിയുടെ ഭർത്താവാണ്, എല്ലാം. പക്ഷേ ഇതാരാണറിയോ? ഞാൻ പറഞ്ഞു തരാം. രാമനാകുന്നതു നാരായണൻ പരൻ, താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു, ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. ഇത് സാക്ഷാത് ശ്രീനാരായണനാണ് എൻ്റെ ജ്യേഷ്ഠൻ. ബ്രഹ്മാവില്ലേ, ബ്രഹ്മാവ് ഭഗവാനോട് തപസ് ചെയ്ത് സ്തുതിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് രാവണനെ കൊന്നിട്ടൊന്ന് ധർമ്മത്തെ രക്ഷിക്കണേ, രാവണൻ ഇപ്പം ലോകം മുഴുവനും നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോ യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ഞാൻ പിന്നെയും പറഞ്ഞുതരാം. ഈ സീതാദേവി ഉണ്ടല്ലോ, അങ്ങയുടെ ജ്യേഷ്ഠത്തി അമ്മ, അത് യോഗമായാദേവിയാണ്. അതൊക്കെ കാര്യങ്ങൾ കുറെ ഉണ്ട്. അതിനാണ് സീതാദേവി കൂടെ വന്നത്. സീതാദേവി കൂടെ വന്നാൽ മാത്രം നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് വന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഭർത്താവിനോട് അറിഞ്ഞുകൂടി വന്നതല്ല. മന്ധരാവാക്യവും കൈകേയിത്ത നിർബന്ധവും ദേവഹൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകാമടിയാതെ. അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം മന്ധര പറഞ്ഞതും കൈകേയിന്റെ മനസ്സ് മാറ്റിയതും ഒക്കെ ഈശ്വരന്മാർ ദേവന്മാരെ പണിയാണ്. എന്തിനീ ഈ രാവണവധം നടത്താൻ. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ രാവണനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മനുഷ്യ രൂപമായിട്ട് മനുഷ്യ ജന്മെടുത്തത് ഈ ശ്രീനാരായണൻ. വേഗം പോയിട്ട് രാജ്യം ഭരിക്ക്, ഏട്ടൻ വരും, 14 വർഷം തികയുമ്പം ഏട്ടൻ വരും എന്ന് പറയുമ്പോൾ അത്ഭുതമായിപ്പോയി പാവത്തിന്. അത്ഭുതമായിക്കൊണ്ട് ആദ്യം പ്രദർശനം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, പാതുകാം ദേഹി രാജേന്ദ്ര, രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവാമേ താവദേവാ നാരദം ഭജിച്ചിടുവൻ. യുദ്ധം ഭരതോക്തി കേട്ടൊരു ഭൂത്തമൻ പൊർത്താരടികളിൽ ചേർത്ത മേതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ജ്യേഷ്ഠ, അപ്പൊ അത് എനിക്ക് തരുമോ? സിംഹാസനത്തിൽ വെച്ചിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ പാതുക ഒരു കൊടുത്തു. അത് മാത്രമല്ല, ഇനി ശ്രീരാമചന്ദ്രന് ഈ ഇത്ര കോമളമായ താമര പോലുള്ള ആ പാദം നിലത്ത് ഊന്നിട്ട് വേണം നടക്കാൻ. അത്രയും നാള് പാതുക ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതും കൂടി ഇല്ലാതെ വേണം നടക്കാൻ. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വേണ്ടത്. അപ്പൊ ഇത് കിട്ടിയ ഉടനെ എന്ത് ചെയ്തു?
ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. ഉത്സവം കഴിയുന്ന ദിവസം വിഗ്രഹം തലയിൽ വെച്ചിട്ട് തന്ത്രിയല്ല, മേശാന്തിയോർ ഒരു അമ്പലത്തിന്റെ പ്രദക്ഷിണം വെക്കൂലേ, വിഗ്രഹം തലയിൽ വെച്ചിട്ട് ആ ബേലി ശിവേലി വിഗ്രഹം, ശിവേലി തടമ്പ്, അതുമാതിരി ഈ പാതുകം തലയിൽ വെച്ച് ഏട്ടനെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു പോവാൻ തുടങ്ങി. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേനാവസിച്ചതെല്ലാവരും. ഏട്ടനെ ഹൃദയത്തിലെടുത്ത് വെച്ചു, ഏട്ടന്റെ പാദകം ശിരസിലും വെച്ചു. അങ്ങനെയാണ് ഒരു ജീവച്ഛവം പോലെയാണ് ഭരതൻ തിരിഞ്ഞു പോയത്. പിന്നീട് തിരിഞ്ഞു നോക്കിക്കൊണ്ടും കരഞ്ഞോണ്ടും അങ്ങനെ പോയിട്ടോ. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോടു പൊക്കിതു വന്നിതാനന്ദം. ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നേരെ പോയത് അയോധ്യ കൊട്ടാരത്തിലേക്കല്ല, നന്ദിഗ്രാമത്തിൽ പോയി അവിടെ ഒരു സിംഹാസനമൊക്കെ വെച്ച് ആ സിംഹാസനത്തിൽ പിന്നെ പാദകം വെച്ചു. ശ്രീരാമചന്ദ്രന്റെ ജ്യേഷ്ഠന്റെ പാദാണ് എന്ന് സങ്കല്പിച്ചിട്ട് ദിവസം പൂജിക്കും. അങ്ങനെ പൂജിച്ചിട്ട് ഇവരും ഈ താപസവേഷം ധരിച്ചിട്ട് ഈ കുട്ടികളിങ്ങനെ അവിടെ ആണ്. പിന്നെ ഇവരും എങ്ങനെയാണോ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കാനനത്തില് ഭാര്യമാരൊന്നും, ശ്രീരാമചന്ദ്രന്റെ ഭാര്യ കൂടെ ഉണ്ട് അത്ര തന്നെ, ലക്ഷ്മണകുമാരന് അതുമില്ലല്ലോ. അതുമാതിരി ഇവരും ഭാര്യമാരടുത്തൊന്നും അല്ലാതെ ഈ നന്ദിഗ്രാമത്തില് ഇവരും താമസിച്ചു. നാനാമുനിജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ഇനി ഇവിടെ നിന്നാല് പറ്റൂല, ശ്രീരാമചന്ദ്രൻ മനസ്സിൽ കരുതി ഇനി ഇവിടെ നിന്നാ പറ്റൂല. എന്തേ കാരണം? വീണ്ടും വരും അയോധ്യവാസികള്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പോയാന്ന് വേണ്ടത് എന്ന് വിചാരിച്ച് സഹോദരനെയും പത്നിനെയും കൂട്ടി അവിടുന്ന് അങ്ങനെ പോയിട്ട് എവിടെ എത്തിയതവര്? അത്ര തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനം. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് ദർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം. ഭ്രാതൃഭാര്യന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലിടുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും
വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ. അത്രി മഹർഷി ആശ്രമത്തിൽ ചെന്നു, നമസ്കരിച്ചു. ഞാൻ രാമനാണ് എന്ന് പറഞ്ഞു. അങ്ങയുടെ ഈ തൃപ്പാദം കാണാൻ ഇടവന്നത് കൊണ്ട് നല്ല സന്തോഷായി. ആര് പറഞ്ഞു? ഭഗവാൻ മഹർഷിയോട് പറയുന്നത്. അപ്പൊ ഉള്ളിലെ കണ്ണുകൊണ്ട് മനസ്സിലാക്കി. ഇത് പറഞ്ഞു. അർഘ്യപാദ്യാദികളൊക്കെ കൊണ്ട് പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പത്നിയുണ്ട്, നല്ലോണം പ്രായമായിട്ടുണ്ട്, നല്ല ധർമ്മജ്ഞാണ്, നല്ല സ്ത്രീയാണ്, അതുകൊണ്ട് പോയിട്ട് കണ്ടിട്ട് വരൂന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? സീതാദേവിയോട്. എന്നത് കേട്ടു രാമാജ്ഞയാ ജാനകി ജന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. മഹർഷി പറയുന്നത് കേട്ട് വേഗം ചാടിപ്പോവല്ല ചെയ്തത്. അപ്പം ഭർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതാണ് പാതിവൃത്യം. അപ്പൊ കണ്ണുകൊണ്ട് കാണിച്ചു, പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അകത്തേക്ക് പോയി പർണശാലയിലേക്ക്. അപ്പൊ വേഗം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആൾക്കാർ, കുട്ടീനെ പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംഗമം ജന്മസാഫല്യാണ് എന്ന് പറഞ്ഞു. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്ന് പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ. സമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃജേ ഗമിക്കുന്നയച്ചീടിനാൾ. അപ്പോ വിശ്വകർമാവ് ഉണ്ടാക്കിയതായ ഒരു ദുകൂലം, പിന്നെ കുണ്ടലം, പിന്നെ അംഗരാഗം. ദുകൂലം എന്ന് പറഞ്ഞാൽ ഈ പടച്ചട്ട പോലെയുള്ളത്. അംഗരാഗം എന്ന് പറഞ്ഞാല് കുണ്ടലും സീതാദേവിക്ക്, അംഗരാഗവും എല്ലാവരും എടുക്കാലോ. അതെല്ലാം കൊടുത്തു. നന്നായി മോളെ ഭർത്താവിൻ്റെ കൂടെ വന്നത്. എനിക്ക് പാതിവൃത്യം കൊണ്ടല്ലേ നീ രാഘവന്റെ കൂടെ വന്നത്. അത് നന്നായി. കാന്തി ഒറ്റ ലേശം നിനക്ക് സൗന്ദര്യം കുറയാതിരിക്കട്ടെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാജധാനിയിൽ പോയിട്ട് സുഖമായി താമസിക്കുമെന്ന് അനുഗ്രഹം കൊടുത്തു. പോയിക്കോ, ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്നും പറഞ്ഞു. അങ്ങനെ മുഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രയും ശ്രീരാമനോടരു ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനകം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനും ആ ദേവിയോടരുളി ചെയ്തി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. അപ്പം പറഞ്ഞു, അങ്ങ് ശ്രീനാരായണനാന്ന് എനിക്ക് മനസ്സിലായി, അങ്ങയുടെ പത്നി മഹാലക്ഷ്മിയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു വർണ്ണിച്ച് സ്തുതിച്ച് അന്ന് രാത്രി അവിടെ താമസിച്ചു എന്ന് ആര് പറയുന്നു? ദേവൻ, അതായത് മഹാദേവൻ ഉമാദേവിയോട് പറഞ്ഞു എന്ന് ആര് പറയുന്നത്? കിളിപ്പൈതല് പറയുന്നത് നമ്മളോട്. അങ്ങനെ ഉമാമഹേശ്വര സംവാദേ ഇത് കണ്ടപ്പോ കഴിഞ്ഞത് അയോധ്യാകാണ്ഡേ സമാപ്തം. അയോധ്യാകാണ്ഡം സമാപ്തം. ഇനി അടുത്തത് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് നോക്കാനുള്ളത് ആരണ്യകാണ്ഡാണ്. ഒരുപാട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആരണ്യകാണ്ഡത്തില്. അതാണ് നമുക്ക് നാളെ മുതൽ കാണാനുള്ളത്. ശ്രീരാമചന്ദ്രന്റെ പാദപത്മത്തിലും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലും ഇന്ന് പറഞ്ഞ കഥയും പാരായണമൊക്കെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധ്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.